ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ വരുന്നു ചേട്ടാ. ശരി, പാടു ഗായിക. എന്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കാണിച്ചു കൊടുക്കട്ടെ. അപ്പതാ നമ്മള് പകുതി വഴി എത്തിയപ്പോഴത്തേക്ക് ഇതാ നല്ല കട്ട മഴ പെയ്തു. എന്താ പറയാ, ഭയങ്കര മഴ. മഴക്കാരൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വലിയ മഴ പെയ്യുന്നു വിചാരിച്ചില്ല. കട്ട മഴയാണ്, ഫ്രണ്ടിലുള്ള ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങോട്ടൊക്കെ ഊഹം വെച്ച് ഇതാ വണ്ടി ഓടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് നമ്മളെ കോന്നിയിലുള്ള ഊരാളി അപ്പൂപ്പൻ കാവിലേക്കാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ കയ്യിൽ എന്നെ പാടുന്നില്ലേ? പാട് പാട്. ഇല്ല, ചോദിച്ചൊക്കെ എടുക്കണ്ടേ, സെലിബ്രിറ്റീസ് അല്ലേ. അങ്ങനെ ദാ അവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ദാ ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ദാ ഇപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്തോ 1.5 കിലോമീറ്റർ അത്രയും കണ്ടുള്ളൂ. ദാ നമ്മളിപ്പോൾ നമ്മുടെ ഫോറസ്റ്റിൽ കയറി. നമ്മുടെ കോന്നി റിസർവ്ഡ് ഫോറസ്റ്റാണിത്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കയറി വന്നതാ. കാട്ടിക്കൂടെ പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഇങ്ങോട്ടുള്ള വഴികളൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ കാട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭംഗിയാണ് വഴികളൊക്കെ. അപ്പോൾ ദാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോന്നിയിലുള്ള ശ്രീ ഊരാളി അപ്പൂപ്പൻ കാവ് എന്ന് പറയുന്നത്. ഞാൻ റീലിലൊക്കെ ഈ സ്ഥലം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഇവിടെ വരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഭയങ്കര രസമായിട്ടോ സ്ഥലം. ഇത് നമ്മുടെ കോന്നി ഫോറസ്റ്റ് റിസർവ് ആണ്. അതിൻ്റെ നടുക്കാണ് ദാ ഈ അമ്പലം വരുന്നത്. അമ്പലമല്ല കേട്ടോ, കാവാണ്. അതായത് നമ്മുടെ ഈ മൂപ്പന്മാരൊക്കെ സംരക്ഷിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് സ്ഥലമൊക്കെ കാണാനായിട്ട്. ഭയങ്കര വൃത്തിയായിട്ടൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് സ്ഥലം. നിറച്ച് കാടാണ്. അതിൻ്റെ നടുക്കായിട്ട് എന്താ പറയുക, കാവിങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ അവർ കാണാതൊക്കെ നൈസായിട്ട് ചെറിയ ചെറിയ ഷോട്ടുകളാണ് എടുത്തത്. ഭയങ്കര രസമായിട്ടോ സ്ഥലം. ഭയങ്കര ഒരു വൈബാണ്, ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അത് അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ്. അതായത് അവർക്ക് പേടിയൊന്നുമില്ല. ഇങ്ങനെ അത് അവരുടെ സ്ഥലമാണല്ലോ. അപ്പോൾ അവർ ഇങ്ങനെ വിഹരിച്ച് നടക്കുന്ന സ്ഥലമാണിത്. നിറച്ച് കുരങ്ങന്മാർ. അതായത് നമ്മുടെ താഴെക്കൂടി നമ്മുടെ അച്ചങ്ക കോവിലാറ ഒഴുകുന്നുണ്ട്. വെള്ളമൊക്കെ കുറവാണിപ്പോൾ, വെയിലൊക്കെ ആയില്ലേ. ഇതാ കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ നമ്മുടെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ മരത്തെ കൂടെ ഒക്കെ ഇങ്ങനെ ചാടി അവിടെ ഇങ്ങനെ തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലത്തു നിന്ന് തേങ്ങ എടുത്തുകൊണ്ട് പോയിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. തേങ്ങ ഉടയ്ക്കുമ്പോൾ ഓരോരുത്തർ വന്നിങ്ങനെ അതിൻ്റെ പാർട്സായിട്ട് ഇങ്ങനെ പെറുക്കിക്കൊണ്ട് പോകും. തേങ്ങ ഉടയ്ക്കുന്നത് അവിടെ അവർക്ക് എടുത്ത് പറ്റേണ്ട ആ ഒരു കാര്യമില്ല. അവർ വന്നിങ്ങനെ പെറുക്കിക്കൊണ്ട് പോയിക്കോളും. ഭയങ്കര ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഭയങ്കര വൈബാണ് സ്ഥലം. അപ്പോൾ ഇത് അവിടുത്തെ പ്രസാദമാണ് പായസം. അത് അവിടെ നിന്ന് കിട്ടും. നമ്മളപ്പോൾ അത് വാങ്ങിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ടുള്ള പരിപാടിയാണ്. ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒത്തിരി വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ തൊഴുതിട്ട് മേളിൽ വന്നു. പോകാനുള്ള പരിപാടീസിലാണ്. അപ്പോൾ ഇതാ ഭയങ്കര വൈബുള്ള സ്ഥലം കേട്ടോ. കാടായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രത്യേക വൈബാണ് സ്ഥലത്തിന്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും സ്ഥലത്ത് പോകണം. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ